നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അല്ല സഖാക്കന്മാരെ, വെള്ളിയാഴ്ചത്തേക്ക് കട്ടയെറിയാൻ കട്ടയൊക്കെ ഇറക്കി വെച്ചോ, അല്ലെങ്കിൽ ഇഷ്ടികയൊക്കെ തന്നെ എത്തിയോ എന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അഥവാ ഇഷ്ടിക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനോട് ചോദിച്ചാൽ മതി. നടക്കാത്ത പൊങ്കാലയ്ക്ക് ഇഷ്ടിക പറക്കിയ കണക്കിൽ കുറച്ചു തുക വകമാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഇഷ്ടിക മതിയാകുമല്ലോ എറിയാൻ എന്നാണ് ചോദ്യം. മറ്റൊന്നുമല്ല, 12-ാം തീയതി വെള്ളിയാഴ്ച 2 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വെള്ളിയാഴ്ച വീണ വിജയനെ ചോദ്യം ചെയ്യാൻ, വീണയെ ചോദ്യം ചെയ്യാനായി ഇ ഡി തയ്യാറെടുക്കുകയാണ്. സമൻസ് അയച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വീണ വിജയൻ ഹാജരാകുമോ ഇല്ലയോ എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, ഇ ഡിയുടെ ആ കേന്ദ്രത്തിന് മുന്നിലായി ഒക്കെ തന്നെ മാധ്യമങ്ങൾ അണിനിരക്കും. വീണ വിജയൻ വരികയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്താനായി. വീണ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നേരെ വീണ എവിടെയാണുള്ളത് അവിടേക്ക് ചെന്ന് നീക്കം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇ ഡി നിലവിൽ ചെയ്യാൻ പോകുന്നത്. ഏതായാലും കട്ടകൾ എത്തിയോ സഖാക്കന്മാരെ എന്ന ചോദ്യം ശക്തമാവുകയാണ്. തൽക്കാലം ഏതായാലും ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന ആ സ്ഥാനത്ത്, പ്രത്യേകിച്ചും ഇ ഡിയുടെ കേന്ദ്രത്തിൽ, കൊച്ചിയിലെ കേന്ദ്രത്തിലേക്ക് സഖാക്കന്മാർ ആരും വീണ വിജയനെ പിന്തുണയ്ക്കാനായി എത്തില്ല എന്ന് മനസ്സിലാകുന്നു. കാരണം ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. ആ ഇ ഡിക്കിട്ട് പണി കൊടുത്തവന്മാരെ ഒന്നും തന്നെ ഇപ്പോൾ പുറം ലോകം പോലും കണ്ടിട്ടില്ല. പുറം ലോകത്ത് ഇറങ്ങും, അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്ന വസ്തുത അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തു നിൽക്കുന്ന ഇ ഡിയുടെ കയ്യിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട എല്ലാ സഖാക്കന്മാരും തൽക്കാലം അവധിയെടുത്ത് എങ്ങോട്ടെങ്കിലും മുങ്ങാനുള്ള നീക്കത്തിലാണ്. അടിമപ്പണിയിൽ നിന്നും അവധിയെടുത്ത് എങ്ങോട്ടെങ്കിലും മുങ്ങാൻ വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാർക്ക് ശാസ്ത്രയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി കൊച്ചിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാകും? കൊച്ചിയിലേക്ക് അഥവാ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തുകയാണെങ്കിൽ ഒന്നും ഉണ്ടാകില്ല, അറഞ്ചം പുറഞ്ചം അടിയായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് തടഞ്ഞില്ലെന്ന് കമ്മീഷണർ കുറ്റപ്പെടുത്തി. വാഹനങ്ങൾക്ക് നേരെ മുട്ടയേർ ഉണ്ടായപ്പോഴും തടഞ്ഞില്ല. എന്തുകൊണ്ട് ലാത്തിചാർജ് നടത്തിയില്ലെന്നും കമ്മീഷണർ ചോദിച്ചു. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പോലീസുകാരെ കമ്മീഷണർ ശാസിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കമ്മീഷണർ വിമർശനം ഉന്നയിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചില്ലെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. ആക്രമണം തടയുന്നതിൽ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ആ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥർ ശാസിച്ചിരുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു മാസ് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ലാത്തി ചാർജ് ചെയ്യട്ടെ എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചുകൊണ്ടിരിക്കുമോ? അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന നിലവിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ആയിരിക്കുമല്ലോ ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടേക്ക് അയക്കുക. അപ്പോൾ പിന്നെ ആ ഉദ്യോഗസ്ഥന് സ്വമേധയാ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെയായോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും കേസിലെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മ്യൂസിയം SHO R പ്രശാന്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തുടരന്വേഷണ ചുമതല മുതിർന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം. തനിക്കെതിരെ നടന്നുവരുന്നത് കേരള പോലീസിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വ്യാജ പ്രചരണങ്ങളാണെന്നും SHO പറയുന്നുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ നടത്തിയത് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണമാണ്. അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. മ്യൂസിയം SHO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു. മാതാപിതാക്കളുടെ ആരോഗ്യ അവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് കമ്മീഷണറോട് SHO സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടത്. അതേസമയം തൽക്കാലം ചുമതലകളിൽ തുടരാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 മുതൽ 10 വരെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് വൈകുന്നേരം 5 മണി വരെ. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കിരൺ, അനിൽകുമാർ, ഷരീഫ്, ഹരീഷ് കുമാർ, ദിനീത് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികൾ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തണം, പ്രതികളുടെ ഗൂഢാലോചന കണ്ടെത്തണം, കൂട്ടുപ്രതികളെ തിരിച്ചറിയണം, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പ്രതികളെ തിരിച്ചറിയണം എന്നീ ആവശ്യങ്ങളായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷയിൽ ഉന്നയിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. അത് മാത്രവുമല്ല, ഇനി വെള്ളിയാഴ്ചത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇ ഡി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. വീണയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി പോലും ഇ ഡി തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഇക്കഴിഞ്ഞ മെയ് 27-നായിരുന്നു ഇ ഡിയുടെ മിന്നൽ പരിശോധന നടന്നത്. വീണ ടി പ്രതിയായ കേസിൽ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ അടക്കമായിരുന്നു റെയ്ഡ്. മകൾ പ്രതിയായ കേസിൽ പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നുവെന്നായിരുന്നു CPIMന്റെ ആരോപണം. രാവിലെ
ആരംഭിച്ച റെയ്ഡ് 8 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. ഈ സമയം അത്രയും പിണറായി വിജയന്റെ വസതിക്ക് പുറത്ത് CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. റെയ്ഡിന് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. ആദ്യം മ്യൂസിയം പോലീസായിരുന്നു കേസ് അന്വേഷിച്ചത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേസ് പിന്നീട് പ്രത്യേക സംഘത്തിന് വിട്ടു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. മ്യൂസിയം SHO R പ്രശാന്ത് തന്നെയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ. 5 ഇൻസ്പെക്ടർമാരും 7 SIമാരും അടക്കം 30 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തന്നെ തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRൽ നിന്ന് ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചത് എങ്ങനെയെന്ന് വ്യക്തത വരുത്തണം. CMRൽ ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യാനും ED ലക്ഷ്യം വെക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് വീണയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് എക്സാലോജിക് കൈപ്പറ്റിയത് മറ്റ് കരാർ സ്ഥാപനത്തെ അപേക്ഷിച്ച് വൻ തുകയാണെന്ന SFIO കണ്ടെത്തൽ വീണയ്ക്ക് കുരുക്കാകുമെന്നാണ് വിലയിരുത്തൽ. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചില്ലെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കമുണ്ട്. വീണയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് മാനേജർ KS സുരേഷ് കുമാർ, CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ഇവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOയ്ക്കും ED കത്ത് നൽകിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ED പ്രത്യേക ചോദ്യാവലിയൊക്കെ തന്നെ തയ്യാറാക്കി കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ പെട്ടു എന്ന് വേണം പറയാൻ.